എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നകുലൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് 4 വിധത്തിലുള്ള ജ്യൂസുകളാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കണം നോക്കാം. അതിനു മുൻപേ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം. അവോക്കാഡോ ജ്യൂസിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അവോക്കാഡോൻ്റെ പകുതി മതി. പിന്നെ പാലാണ് വേണ്ടത്. ഇതിൽ 50 ml ഒക്കെ ഉപയോഗിക്കാം. അതിലേറെ ആവശ്യമുണ്ട് വെച്ചാൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം. ഫ്ലേവറിന് നമ്മൾ റോസ് വാട്ടർ ഉപയോഗിക്കാം. പിന്നെ കുറച്ച് ഐസ് ക്യൂബും വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഇത് അടിക്കുന്നത്. പഞ്ചസാര ആവശ്യത്തിന് ഉപയോഗിക്കാം. ഞാനൊരു 3 ടീസ്പൂണോളം ആദ്യം ഉപയോഗിക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് അടിച്ചിട്ടാണ്, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടിച്ചിട്ടാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ പോണത്. പിന്നെ അതിന് നമ്മൾ സാധാരണ മിക്സീൻ്റെ ജാറിൽ തന്നെയാണ് ഇട്ട് ഉണ്ടാക്കാൻ പോണത്. സാധാരണ മിക്സീൻ്റെ ജാറാണ്. അതുപോലെ ഒരു ജ്യൂസ് അരിപ്പയും വേണം. അത് പ്ലാസ്റ്റിക്കിൻ്റെയും കിട്ടും. എങ്ങനത്തെ ആയാലും കുഴപ്പമില്ല. കുറച്ച് കണ്ണുവിടവുള്ളൊരു ജ്യൂസ് അരിപ്പ. അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണം നോക്കാം. അതിൻ്റെ പകുതി മതി നമുക്ക്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അവക്കാഡോ ജ്യൂസ് അടിക്കാൻ പോവുകയാണ്. അപ്പം അവക്കാഡോ നമ്മൾ സ്പൂൺ കൊണ്ട് കോരി എടുത്താൽ മതി കേട്ടോ. അത് എടുത്തതിന് ശേഷം തൊലിൻ്റെ ഉള്ളിൽ നമുക്ക് സ്പൂൺ കൊണ്ട് കോരി എടുക്കാം. അപ്പോൾ കുറച്ച് ഐസ് ക്യൂബും വെള്ളവും പഞ്ചസാരയും ഞാൻ ഇട്ടിട്ടൊന്ന് അടിച്ചിട്ടാണ് പിന്നെ പാല് ചേർക്കണത്. അല്ലെങ്കിൽ അതൊരു പിരിഞ്ഞു പോകാനൊക്കെ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ഇത് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. ഇതിന് അരിപ്പ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ റോസ് വാട്ടർ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്നിച്ച് അടിച്ച് പാലും ചേർത്തു. അപ്പോൾ ഒരു 60 ml പാല് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് അടിച്ചിട്ട് അങ്ങനെ വെക്കുക. ഇനി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നാണ് അടുത്ത നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ അവക്കാഡോ ജ്യൂസൊക്കെ ഉണ്ടാക്കിയ പോലെ തന്നെ ഇതിന് 50 ml അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് ഒഴിക്കാം. റോസ് വാട്ടർ ഫ്ലേവറിന് എടുക്കാം. ഐസ് ക്യൂബ്, വെള്ളം, ആവശ്യത്തിന് പഞ്ചസാര എടുത്തിട്ടാണ് ഇതും തയ്യാറാക്കണത്. അപ്പം ഇതൊന്ന് മുറിക്കാം നമുക്ക്. ഇത്രയും മതി നമുക്ക് ജ്യൂസിന്. ഇത് ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കഷ്ണം അരിഞ്ഞിട്ടുണ്ട്. ഇനി ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്, കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട്, പഞ്ചസാര 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, പിന്നെ റോസ് വാട്ടർ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് അടിക്കാം. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ബീട്രൂട്ടിൻ്റെ ഈ ടൂട്ടി ഫ്രൂട്ടി ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഞാൻ തയ്യാറാക്കാൻ പോണത് വെറും നാളികേരം കൊണ്ടുള്ളൊരു ജ്യൂസാണ്. ഇളനീർ ജ്യൂസ് പോലെ തന്നെയാണ് ഇതും ഉണ്ടാക്കുന്നത്. വീട്ടിൽ ഫ്രൂട്ട്സ് വേറെ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ജ്യൂസ് തയ്യാറാക്കി നോക്കാം. ഇതിൽ ഞാൻ ഫ്ലേവറിന് റോസ് വാട്ടർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഐസ് ക്യൂബ്, വെള്ളം, തണുത്തുള്ളാണെങ്കിൽ അത്, പിന്നെ പഞ്ചസാരയാണ്, അത് ആവശ്യത്തിന് അത് ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ മേലെ അലങ്കരിക്കാനായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ബീട്രൂട്ടിൻ്റെയാണ്. നമ്മൾ കപ്പളക്ക കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ സിറപ്പ് ഗ്ലാസ്സൊക്കെ അലങ്കരിക്കാനാണ് ഞാൻ എടുക്കുന്നത്. ഇതുണ്ടാക്കുന്നതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ലൈക്ക് ബട്ടൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പോയി കാണണം. നമുക്ക് നാളികേര ജ്യൂസ് ഉണ്ടാക്കി നോക്കാം. നാളികേര ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. മറ്റു 2 ജ്യൂസും അങ്ങനെ അരിക്കേണ്ട കാര്യമില്ല. ഇതൊന്ന് അരിച്ചെടുക്കാം. നാളികേര ജ്യൂസ് നമ്മളൊന്ന് ഇങ്ങനെ ഗ്ലാസ് ഒന്ന് അലങ്കരിച്ച് എടുക്കാൻ പോകും. ഈ ബീട്രൂട്ടിൻ്റെ സിറപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി. അപ്പോൾ നാളികേരത്തിൻ്റെ ജ്യൂസും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 4 ജ്യൂസിൽ 3 റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിൻറ്റ് ജ്യൂസ് അടിച്ചെടുക്കാം. ഇനി ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മിൻറ്റ് ജ്യൂസാണ്. അതായത് പുതിനേൻ്റെ ഇല കൊണ്ട് നമ്മളൊരു ജ്യൂസ് ഉണ്ടാക്കണം. ഹെവി ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു ജ്യൂസ് കഴിച്ചാൽ നമുക്ക് നല്ലതാണ് വയറിനൊക്കെ. അപ്പോൾ പുതിനേൻ്റെ ഇലയാണ്. ഇത് എങ്ങനെയാണ് കേടുവരാതെ സൂക്ഷിക്കുക, അതിന് ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും പോയി കാണണം. അപ്പോൾ ഇതും ചെറുനാരങ്ങ നെടുക മുറിച്ചിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ അടിക്കാൻ പോണത്. ഐസ് ക്യൂബും വെള്ളവും പഞ്ചസാരയാണ്. ഇതിലൊന്നും പാല് എടുക്കണില്ല. അതുപോലെ നാളികേരത്തിൻ്റെ ജ്യൂസിൽ ഞാൻ പാലെടുക്കണില്ല കേട്ടോ. ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ഈ മിൻറ്റ് ജ്യൂസ് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മിൻറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഈ 4 ജ്യൂസും നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് വേറെ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ 4 കാണിച്ചു എന്നേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.